ദിവ്യയിലേക്ക് വരാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് ഭാഗ്യലക്ഷ്മി ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ ദിവ്യയിലേക്ക് മുമ്പ് ഭാഗ്യലക്ഷ്മിക്ക് പോകുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, താരസംഘടന ഏതെങ്കിലും തരത്തിൽ ദിലീപിനെ തള്ളി പറയാൻ കഴിയില്ല, അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ട് താരസംഘടനയ്ക്ക് ദിലീപിനോട് എന്ന് സജി നന്ദിയായിട്ട് പറഞ്ഞു നിർത്തുന്നേ ഉള്ളൂ. അതാണ് സത്യം അല്ലേ? അത് തന്നെയാണ് സത്യം. ഒരിക്കലും താരസംഘടനയ്ക്ക് എന്നല്ല, മലയാള സിനിമയിലെ ഒരു സംഘടനയ്ക്കും ദിലീപിനെ തള്ളി പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം സാമ്പത്തികമായ അവര് തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഒരു സംഘടനയും അദ്ദേഹത്തെ തള്ളി പറയില്ല. നമ്മളത് ചിന്തിക്കുന്നതോ സംസാരിക്കുന്നതോ തന്നെ വെറും മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകും, ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമുണ്ട് എന്നൊക്കെ ഒഴുക്കം മട്ടിൽ പറയുകയും വാർത്താക്കുറിപ്പിലൊക്കെ ഉണ്ട്. പക്ഷേ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. വാക്കുകൾ കൊണ്ട് അതിജീവി പ്രവൃത്തികൾ കൊണ്ടും മനസ്സുകൊണ്ടും അയാളോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് ഇവരെല്ലാവരും തന്നെ. അതിന് പ്രധാന കാരണം അയാളുടെ കയ്യിലിരിക്കുന്ന പണം മാത്രമാണ്. അയാൾ പണമില്ലാത്തവനാവുമ്പോ ഇവര് ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഇവർക്ക് മാറും. അപ്പൊ ഈ നിലപാടൊന്നും ആയിരിക്കില്ല അവരോട്. അതുകൊണ്ട് ഇത് അതിജീവിതയോടൊപ്പം എന്നൊക്കെ ഇവർ പറയുന്നത് വെറും പൊള്ളയായ വാക്കുകളും ശുദ്ധ നുണയുമാണ്. ഇവര് ഈ അതിജീവിതം എന്നല്ല, ഒരു അതിജീവിതയുടെ കൂടെ ഇവരാരും സഞ്ചരിക്കാൻ പോകുന്നില്ല. ബാബുരാജും മുൻപത്തെ ഭാരവാഹിയായ ബാബുരാജ് മാധ്യമങ്ങളോട് പറയുന്നു, മോഹൻലാൽ ആയിരുന്നു ഇപ്പോൾ അമ്മയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിലെങ്കിൽ നിങ്ങൾ ചോദിക്കുമായിരുന്നില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനില്ലെന്ന് മാധ്യമങ്ങളോട് ചോദിക്കണം. അതായത് പൊളിച്ചു പണിതുകൊണ്ട് സ്ത്രീ മുഖം കൊണ്ടുവന്നാൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്ന ഒരു വാദം പൊളിഞ്ഞു എന്ന് അമ്മയുടെ ഒരു മെമ്പർ തന്നെയാണ് പറയുന്നത്, ആർക്കിട്ടുള്ള കുത്താണെങ്കിലും ശരി. ഈ സ്ത്രീകൾ സംസാരിക്കുന്ന സ്ത്രീകളുടെ വാക്കുകളല്ല. സ്ത്രീകൾ സംസാരിക്കുന്നത് അവിടെ മുമ്പേ ഇരുന്ന പുരുഷന്മാരുടെ വാക്കുകളാണ് അവർ സംസാരിക്കുന്നത്. അത് നമുക്കവർ സ്ത്രീ രൂപമാണ് എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ആർക്കും ഒരിക്കലും സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള ധൈര്യവുമില്ല. അങ്ങനെ തീരുമാനം എടുത്താൽ അവിടെ ആരും അവരോടൊപ്പം നിൽക്കുകയുമില്ല. അതാണ് ആ സംഘടനയുടെ ഒരു അവസ്ഥ. അതാണ് ഇപ്പൊ നമ്മള് ഫെഫ്ക എന്നോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നോ എക്സിബിറ്റേഴ്സ് എന്നോ അവിടെയൊക്കെ പുരുഷന്മാരാണ്. ഇവിടെ പുരുഷന്മാര് തന്നെയാണ്. അത് സ്ത്രീകളാണ് എന്ന് നമുക്ക് അവരുടെ രൂപം കൊണ്ട് സ്ത്രീകളാണെന്നേ ഉള്ളൂ. അവരുടെ പെരുമാറ്റവും അവരുടെ സ്ത്രീകളോടുള്ള സമീപനവും എല്ലാം പുരുഷന്മാരുടേത് തന്നെയാണത്. അതിൽ യാതൊരു അത്ഭുതവും ഇല്ല. അതായത് ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒരു ഭാഗ്യലക്ഷ്മി രാജിവെക്കുന്നു ഫെഫ്കയിൽ നിന്ന്, അതുകൊണ്ട് അവരുടെ നിലപാടിൽ മാറ്റമില്ല. താരസംഘടനയിൽ അങ്ങനെ ഇനി രാജിവെച്ചു പോകാൻ പോലും ആരുമില്ല. പോയവരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്, അവർ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്, അത് സംഘടനയ്ക്ക് വിഷയവുമല്ല. അപ്പോൾ ഇനി വീണ്ടും ആ പഴയ ആ വിധേയത്വത്തിലേക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മുന്നോട്ട് പോകും, അങ്ങനെ തന്നെ ആശങ്കപ്പെടണോ? അല്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഭാഗ്യലക്ഷ്മിയോ അല്ലെങ്കിൽ ഒന്നും നമ്മളെ കൊണ്ട് സാമ്പത്തികമായി സംഘടനയ്ക്ക് യാതൊരു പ്രയോജനവും ഇല്ല. പക്ഷേ ഈ വ്യക്തിയെ കൂട്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ സംഘടനയ്ക്കുണ്ട്. സാമ്പത്തിക ഗുണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ട് സംഘടനയ്ക്ക് എന്താണ് ഗുണം? അതേസമയം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അവർക്കൊരു പരിഹാരമാണ്. അവരത് നോക്കുന്നത് സാധാരണ നമ്മൾ പറയല്ലോ, പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയാണ്. പുതിയ സിനിമ വരുന്നു, ദിലീപിന്റെ പുതിയ സിനിമ വരുമ്പോൾ അത് ശ്രീമതി ഭാഗ്യലക്ഷ്മി അതിന്റെ ട്രെയിലർ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ താങ്കളുടേതടക്കം ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റ് ഉണ്ട്, ഈ സിനിമ കാണരുത് എന്ന് പറയുന്നത്. ഈ സിനിമയ്ക്കകത്തുള്ള ചില വാചകങ്ങൾ ഒരു പക്ഷേ ഈ വിധിക്ക് മുമ്പ് തയ്യാറാക്കിയതാണ്, അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ വിധി എന്നുള്ള ആരോപണങ്ങൾ പല ഭാഗത്ത് നിന്ന് വരുമ്പോൾ വളരെ വളരെ കോയിൻസിഡൻസ് ആയിട്ടാണ് സംഭവിച്ചതെന്ന് നേരത്തെ സജി നന്ദിയാടൊക്കെ സിനിമയിലെ വാചകമല്ലേ എന്ന് ചോദിക്കുന്നു. പോലീസിനെ കാണിച്ചിട്ടാണ് പറയുന്നത്, കാത്തിരുന്ന എൻ്റെ കംബാക്ക് മൊമെന്റ് എന്നൊക്കെ ദിലീപ് പറയുന്ന ആ വാചകങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തെ ഈ രീതിയിലേക്ക് പുറത്തു കൊണ്ടുവരിക, ഇത്തരം വെല്ലുവിളികൾ പരോക്ഷമായിട്ട് നടത്തുക, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ഭാഗം ഫാൻസിനെ ഇളക്കി മറിച്ചുകൊണ്ട് ആരൊക്കെ അപ്പുറത്തു നിന്നോ അവരെയൊക്കെ വീണ്ടും ആക്രമിക്കാനുള്ള ഒരു നീക്കം നടത്തുക, ഇതുകൂടെ അറിയുന്നുണ്ടോ ശ്രീമതി ഭാഗ്യലക്ഷ്മി? യഥാർത്ഥ ദിലീപ് ആരാണെന്നുള്ളത് കോടതി വിധിയായിട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതിലൊരു ഭീഷണിയുണ്ട്, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്
ഒരിക്കലും മഞ്ജു വാര്യര് അത് ഇങ്ങനെ ഒരാളുടെ പേര് പറയാതെ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് മാത്രമേ മഞ്ജു പറഞ്ഞുള്ളൂ. പക്ഷെ ഒരാൾ സ്വയം അത് എന്നെ കുറിച്ച് മാത്രമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത് മുഴുവനും. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഭീഷണിയാണ് അദ്ദേഹം അവിടെ മുഴക്കിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആത്മധൈര്യം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പണമാണ്. ആ പണം വെച്ച് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധൈര്യമുണ്ട്. മറ്റൊന്ന്, ഇപ്പോ അമ്മയാവട്ടെ, ഫെഫ്കയാവട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, എല്ലാവരും അവളോടൊപ്പവും അവനോടൊപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും വേണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവരെല്ലാവരും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? രണ്ടുപേരും ഒന്നിച്ച് ഒരു തെറ്റിനോടൊപ്പമോ അല്ലെങ്കിൽ ഒരു ശരിയോടൊപ്പമോ സഞ്ചരിക്കണം. ഇത് തെറ്റിനോടൊപ്പം ശരിയോടൊപ്പം ഞങ്ങൾ സഞ്ചരിക്കും എന്ന് പറയുന്ന ആൾക്കാരാണ്. അത് ഈ ശരിയോടൊപ്പം എന്ന് പറയുന്ന അതിജീവിതയോടൊപ്പം സഞ്ചരിക്കുമെന്ന് അവർ പറയുന്നത് മാധ്യമങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ തെറി കേൾക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അവർ മനസ്സുകൊണ്ടല്ല അതിജീവിതയോടൊപ്പം എന്ന് പറയുന്നത്. അവർ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശരീരം കൊണ്ടും അയാളോടൊപ്പം മാത്രം സഞ്ചരിക്കുന്നവരാണ്. അതിന് ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അദ്ദേഹം ഈ കഴിഞ്ഞ 8 വർഷത്തിൽ 8 സിനിമ എടുത്ത് 8 നിലയിൽ പൊട്ടി. അപ്പൊ അദ്ദേഹം ഇപ്പൊ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് മോഹൻലാലിന്റെ ഫാൻസെങ്കിലും കയറുമല്ലോ എന്നാണ്. പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന പണത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. എനിക്കിതിലൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും കാലം ആ സംഘടനയിൽ നിന്നപ്പോ ഞാൻ വിചാരിച്ചത് ഞാൻ അവിടെ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഏറ്റവും ഒടുവിൽ പലരും എന്നോട് പറഞ്ഞു, ചേച്ചി ഇറങ്ങിപ്പോയപ്പോ കുറെ കൂടി അവരെല്ലാവരും ഫ്രീ ആയില്ലേ, ഇനി ഒരു ശബ്ദം ഉയർത്താൻ പോലും ഒരാളില്ലാതായില്ലേ. ശബ്ദം അവരുടെ ഔദ്യോഗിക പദവിയിലൊന്നും ഞാനില്ല. ഫെഫ്കയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ ജനറൽ കൗൺസിലിലോ ഞാൻ ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് എങ്ങനെയാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപ്പൊ ഇറങ്ങിപ്പോകാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം വെറുതെ ആ സംഘടനയിൽ ഒരു അംഗമായിരിക്കുക എന്നെങ്കിലും ഒരിക്കലും നോക്കിക്കോ. ഇദ്ദേഹത്തെ ആഘോഷിക്കുന്ന ഒരു വലിയ ചടങ്ങ് ഇവരെല്ലാവരും നടത്തും. ഇവരെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന, കഴുത്തിൽ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു വലിയ ചടങ്ങ് അധികം വൈകാതെ നടക്കും. നടന്നില്ലെങ്കിൽ നിങ്ങൾ അമ്മ താര സംഘടന അമ്മ അങ്ങനെ ഒരു ചടങ്ങ് നടത്തും അല്ലേ? നടത്തും, ഉറപ്പായിട്ട് നടത്തും. നോക്കിക്കോളൂ. എല്ലാ ആദരവോടും കൂടെ അലങ്കരിച്ച് ആനയമ്പാരിയും ഉണ്ടാവില്ല എന്ന് മാത്രം, ബാക്കി എല്ലാ ആഡംബരത്തോടു കൂടിയും അദ്ദേഹത്തെ ഇവർ എല്ലാവരും ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും കൂടെ നിങ്ങൾ എല്ലാവരും കാണേണ്ടി വരും. അപ്പൊ ആ സംഘടനയിൽ അംഗമായി ഇരുന്നു കൊണ്ട് അത് എനിക്ക് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. തീർച്ചയായിട്ടും നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി. ഇറങ്ങിപ്പോകുമ്പോഴും അത് രേഖപ്പെടുത്തുന്ന ഒരു പ്രതിഷേധമുണ്ട്. ചോദ്യങ്ങളോട് മനസ്സില്ല, വൺ സൈഡഡ്. ഞാൻ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കരുത് ഒരൊറ്റ ചോദ്യമാണ്. അത് കഴിഞ്ഞിട്ട് അതെനിക്ക് കറക്റ്റാ. നമ്മുടെ രണ്ടുപേരുടെ നിലവാരം ശരിയല്ല. നിങ്ങളുടെ നിലവാരത്തോട്ട് താഴാൻ എനിക്കാവില്ല. ശരി, അത് പറഞ്ഞ ശരി. എന്നാലും ഒരു ചോദ്യം ചോദിക്കട്ടെ. ശ്രീ വേടൻ കുറ്റവാളിയാന്ന് ഞാൻ പറയുന്നില്ല. ശ്രീ വേടൻ കുറ്റവാളിയാന്ന് കോടതി പറയുന്നത്. എനിക്ക് തോന്നുന്നു അവര് ഫോൺ വെച്ചിട്ട് പോയി. ശ്രീ സജി നന്ദിയായിട്ട് ഭാഗ്യലക്ഷ്മിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല. നമുക്ക് ദിവ്യ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കാം.